അപ്പോൾ ഇനി ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിനായിട്ട് അമാൽഗമേഷൻ്റെ കേസിൽ വരുന്നത് പർച്ചേസ് മെത്തേഡിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്, പിന്നെ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മേജർ അതിലെങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്, പിന്നെ കുറച്ച് തിയറി പാർട്ടാണുള്ളത്. അത് വായിച്ചാൽ മതി, കാരണം അത് നോട്ടിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല, ടെക്സ്റ്റ് വാങ്ങിയാൽ നോക്കി പഠിച്ചാൽ മതി. പിന്നെ ഇതിൽ വരുന്ന കുറച്ച് 2-3 പ്രോബ്ലം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിലിനി നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാർട്ടാണ്, ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്ന ഒരു പാർട്ടാണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് ഏരിയ എന്ന് പറയുന്നത് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അമാൽഗമേഷൻ്റെ കേസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ട്രാൻസ്ഫറർ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫറി കമ്പനിയിലും ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 90% ഓർ മോർ ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർക്ക് ട്രാൻസ്ഫറി കമ്പനി അല്ലെങ്കിൽ ന്യൂ കമ്പനിയിലും ഷെയർ ഹോൾഡർ ആവാം. പക്ഷേ ചില കേസിൽ എന്ത് ചെയ്യില്ല, ഈ ഒരു ചില ഷെയർ ഹോൾഡേഴ്സ് ഈ ഒരു അമാൽഗമേഷനുമായിട്ട് എഗ്രി ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലാണ് ഈ ഒരു ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കുന്നത്. ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഷെയർ ഹോൾഡേഴ്സ് ഹു ഹാവ് നോട്ട് എഗ്രി ടു ദ ടേംസ് ഓഫ് അമാൽഗമേഷൻ അല്ലെങ്കിൽ സ്കീം ഓഫ് അമാൽഗമേഷൻ. അവരെന്ത് ചെയ്യും, അവർക്ക് ന്യൂ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവരുടെ ഷെയർ ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ കമ്പനിയിൽ നിന്ന് പോവാം എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്ന ഷെയർ ഹോൾഡേഴ്സാണ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കേസ് വരുമ്പം അവിടെ നമ്മളുടെ സാധാരണ ഷെയർ ഹോൾഡേഴ്സിനെ ട്രീറ്റ്മെൻറ്റിനേക്കാളും കുറച്ചുകൂടെ വ്യത്യാസമായിട്ടാണ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. സാധാരണ നമ്മളുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ നമ്മൾ അവരെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് ഡ്യൂ ആയിരിക്കുന്ന റിസർവ്സ് ആണെങ്കിലും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിലൊക്കെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസ് വരുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു റിയലൈസേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ ലോസ് അല്ലെങ്കിൽ ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് റിസർവ് ഇതൊന്നും ആട്രിബ്യൂട്ടബിൾ ആയിരിക്കില്ല. ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഷെയർ ക്യാപിറ്റലും പിന്നെ എന്തെങ്കിലും ഒരു പ്രീമിയത്തിലോ, ചില കേസിൽ നമ്മൾ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രീമിയം ഉണ്ടെങ്കിൽ ആ ഒരു പ്രീമിയം മാത്രമായിരിക്കും ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. അതല്ലാതെ കമ്പനിയുടെ മറ്റ് റിസർവ്സോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ ഒന്നും തന്നെ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നില്ല. ഇനി ഈ ഒരു ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ടും 3 എൻട്രിയാണ് അവിടെ വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ടു ട്രാൻസ്ഫർ ദ ഷെയർ ക്യാപിറ്റലാണ്. അവരുടെ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർ ക്യാപിറ്റൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. അത് സാധാരണ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണോ ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡിസെൻഡിയൻ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പറയും. സോ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഡിസെൻഡിയൻ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡിസെൻഡിയൻ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ ഡിസെൻഡിയൻ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരൈറ്റം എന്ന് പറയുന്നത് അവരുടെ ഷെയർ ക്യാപിറ്റലാണ്. ദെൻ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഷെയർസ് അവർക്ക് പേ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ അവർക്കതൊരു ഇൻകമാണ്. അപ്പോൾ അവരുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ അവർക്ക് എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ടാണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ അതും അവരെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. സോ ഈ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് വരുന്ന ഒരു ഐറ്റമാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഇനി ഈ പ്രീമിയം നമ്മൾ പേ ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തുകൊണ്ടാണ്, റിയലൈസേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ട പ്രീമിയം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറയുന്നത് എന്ത് വരും, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിസെൻഡിയൻ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മളുടെ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിസെൻഡിയൻ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഉണ്ടാകും. ഡിസെൻഡിയൻ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ റിയലൈസേഷൻ അക്കൗണ്ട് എന്നുള്ളൊരു ഐറ്റം കൂടെ ഉണ്ടാവും. ചില
നിങ്ങൾക്ക് ഫസ്റ്റിലേക്ക് വരുന്നതിലൊക്കെ നിങ്ങൾ ജേണൽ എൻട്രി എഴുതിയിട്ട് അതിന് ശേഷമാണ് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന സമയത്ത് ചിലപ്പം ജേണൽ എൻട്രി എഴുതാതെ ഡയറക്റ്റായിട്ട് നിങ്ങളോട് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഓരോ അക്കൗണ്ട്സിൻ്റെയും ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെയും പ്രൊഫോമ എന്താണ്, അല്ലെങ്കിൽ ഫോർമാറ്റ് എന്താണെന്നുള്ളത്, ക്രെഡിറ്റ് സൈഡ് എന്തൊക്കെ ഐറ്റം വരും, ഡെബിറ്റ് സൈഡ് എന്തൊക്കെ ഐറ്റം വരും എന്നുള്ളത് പഠിച്ചു വയ്ക്കുന്നതാവും നന്നാവുക. അപ്പോൾ ഡിസെൻഡ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് 2 ഐറ്റം വന്നിട്ടുണ്ട്. ഡിസെൻഡ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, റിയലൈസേഷൻ അക്കൗണ്ട് എഴുതും. അതിൻ്റെ ബ്രാക്കറ്റിൽ പ്രീമിയം ഇട്ടിട്ട് കൊടുക്കണം. ഇനി അതല്ല അവർക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ, ഈ ഒരു ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകമാണ്. അവർക്ക് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട എമൗണ്ടിനേക്കാളും കുറഞ്ഞ എമൗണ്ടേ നമുക്ക് കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു ഇൻകമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേ ചെയ്യേണ്ട എമൗണ്ട് അല്ല. അപ്പോൾ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്, ഈ പ്രീമിയത്തിന് പകരം ഡിസ്കൗണ്ട് ആണെങ്കിൽ എൻട്രി എന്ന് പറയുന്നത് ഡിസെൻഡ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നായിരിക്കും. അതിവിടെ കൊടുത്തിട്ടില്ല, നിങ്ങളെ എഴുതുമ്പം എഴുതിയാൽ മതി. റിവേഴ്സ് എൻട്രിയാണ് വരിക. ദെൻ ലാസ്റ്റ് അവർക്ക് ഡിസെൻഡ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അതെന്താ, സാധാരണ ഡിസെൻഡ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സിന് അവർ ഷെയർസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ എന്തായിട്ടാണ് കൊടുക്കുക, ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ള മെത്തേഡിലാണ് അവർക്ക് അവരുടെ എമൗണ്ട് പേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് ഡിസെൻഡ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് എമൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിസെൻഡ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ ഇതിലിനി ഒരു പ്രോബ്ലം, ഇത് പുതിയ ഫോർമാറ്റിലുള്ള പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രോബ്ലം നോക്കുക. നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കുക, ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിൽ ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അതിൽ ഷെയർ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 6 lakh. ഇവിടെ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മാത്രമാണ് തന്നിട്ടുള്ളത്, വൈ ലിമിറ്റഡിൻ്റെ. ഇവിടെ എക്സ് ലിമിറ്റഡ് ആണ് ടേക്ക് ഓവർ ചെയ്യുന്നത്, വിച്ച് മീൻസ് ട്രാൻസ്ഫർ ഈ കമ്പനി എന്ന് പറയുന്നത് എക്സ് ലിമിറ്റഡ് ആണ്, ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത് വൈ ലിമിറ്റഡ് ആണ്. വൈ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫൈനൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ജസ്റ്റ് ഈ ഒരു എൻട്രീസ് മനസ്സിലാക്കുന്നതിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ഫറർ കമ്പനീൻ്റെ ഐറ്റംസ് മാത്രമേ ഇതിൽ തന്നിട്ടുള്ളൂ. അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണിത്. ഓക്കെ, അപ്പം ഷെയർ ക്യാപിറ്റൽ, ഇത് ട്രാൻസ്ഫറർ കമ്പനിയുടെ അല്ലെങ്കിൽ വൈ ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6 lakh ആണ്. അതിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ടിൽ നമുക്ക് ബാക്കി നോക്കാം. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട്. ദെൻ നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഐറ്റംസ് ഒന്നുമില്ല. കറണ്ട് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾസ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് 75,000 തന്നിട്ടുണ്ട്. അസറ്റ് സൈഡ് ആണെങ്കിൽ അസറ്റ്സിൽ നോൺ കറണ്ട് അസറ്റ്സിൽ ഫിക്സ്ഡ് അസറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് നോട്ട്സിൽ നോക്കുക. ദെൻ കറണ്ട് അസറ്റ്സിൽ ഇൻവെൻ്ററീസ് അല്ലെങ്കിൽ അതിന് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും, സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ദെൻ ട്രേഡ് റിസീവബിൾസ് അല്ലെങ്കിൽ അതിന് ഡെറ്റേഴ്സ് എന്ന് പറയും. ഡെറ്റേഴ്സിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, അതാണ് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിൽ ക്യാഷ് ആൻഡ് ബാങ്ക് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് നോട്ട്സ് ടു അക്കൗണ്ട് നോക്കാം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു 6 lakh ആണ് ഫൈനൽ എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 lakh എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, 12,000 ഷെയർസാണ് വൈ ലിമിറ്റഡിന് ഓൺ ചെയ്യുന്ന ഷെയർസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. 12,000 ഷെയർസ് ഉണ്ട്, ഓഫ് ₹50 ഈച്ച്. അങ്ങനെയാണ് 6 lakh വന്നിരിക്കുന്നത്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ റിസർവ്സ് എന്താ വരുന്നത്, ജനറൽ റിസർവും ഉണ്ട്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റും ഉണ്ട്. പിന്നെ ഫിക്സ്ഡ് അസറ്റിൻ്റെ കേസിലാണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ 3 ഐറ്റം വരുന്നുണ്ട്. ദെൻ കറണ്ട് അസറ്റ്സിൽ നമ്മൾ ഡെറ്റേഴ്സ് കൊടുത്ത സമയത്ത് അതിൽ ഒരു പ്രൊവിഷൻ, ഡെറ്റേഴ്സിന് പ്രൊവിഷൻ കുറഞ്ഞിട്ടുള്ള എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഫൈനൽ എമൗണ്ട് 2,80,000 എടുത്താൽ മതി, പ്രൊവിഷനൊന്നും നോക്കേണ്ട ആവശ്യമില്ല.
ഇത്രയാണ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നോക്കുക. എക്സ് ലിമിറ്റഡ് ടുക്ക് ഓവർ ഓൾ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് വൈ ലിമിറ്റഡ്. ഓക്കെ, അപ്പം എക്സെപ്റ്റ് എ സം ഓഫ് 10,000 to provide for the cost of liquidation and payment to descendant shareholders. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? കംപ്ലീറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് എ സം ഓഫ് 10,000. അപ്പം 10,000 നമ്മളുടെ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് നമുക്ക് ടോട്ടൽ 25,000 ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 25,000-ൽ 10,000 ഇവർ എന്ത് ചെയ്തിട്ടില്ല, ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിൽ വരുന്ന ഒരു 10,000 എമൗണ്ട് ഇവർ ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ 25,000-ൽ 15,000 ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ബാക്കി 10,000 ഇവർ ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. അപ്പോൾ ടേക്ക് ഓവർ ചെയ്യാത്ത എമൗണ്ട് നമ്മൾ റിയലൈസേഷനിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ 10,000 എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത്? ടു പ്രൊവൈഡ് ഫോർ ദ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ആൻഡ് പേയ്മെൻറ്റ് ടു ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സ്. ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നതിന് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുന്നതിനും കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ മീറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് വൈ ലിമിറ്റഡ് ഈ ഒരു എമൗണ്ട് 10,000 എമൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 10,000 എമൗണ്ട് എക്സ് ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ആര് തന്നെയാണ് മീറ്റ് ചെയ്തിരിക്കുന്നത്? വൈ ലിമിറ്റഡ് തന്നെയാണ്, ട്രാൻസ്ഫറർ കമ്പനി തന്നെയാണ്. വൈ ലിമിറ്റഡ് ആണ് ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സിന് വരുന്ന ബാക്കി എമൗണ്ട്, ഈ രണ്ട് എമൗണ്ടിൻ്റെയും കൂടെ മിക്സാണ് 10,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ബാക്കി നോക്കാം. The purchase price was discharged by the allotment to the shareholders of the vendor company of 1 share of ₹100.90 paid up of X Limited for every 2 shares in the Y Limited. ഇനി purchase consideration എങ്ങനെയാണ് പേ ചെയ്തിരിക്കുന്നത്? കംപ്ലീറ്റ് ആയിട്ട് ഷെയർസ് ആണ് പേ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 100ഉം 90 നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയാണോ പെയ്ഡപ്പ് വാല്യൂ വരുന്നത് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ 90 ആണ് പെയ്ഡപ്പ്. അപ്പോൾ 90 റുപ്പീസ് വെച്ചുകൊണ്ടാണ് ഷെയർസിൻ്റെ വാല്യൂ എടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് പ്രൊപ്പോർഷൻ വന്നിരിക്കുന്നത്? ഫോർ എവറി 2 ഷെയർസ് ഇൻ ദ വൈ ലിമിറ്റഡ്. അപ്പം വൈ ലിമിറ്റഡിൽ 2 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് എക്സ് ലിമിറ്റഡിൽ 1 ഷെയറാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്യുന്ന സമയത്ത് 1/2 എന്ന് ചെയ്യണം. 2 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് പുതിയ കമ്പനിയിൽ 1 ഷെയറാണ് കിട്ടുന്നത്. നമുക്ക് ആൻസറിൽ നോക്കാം. അപ്പോൾ അതാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് ദ എക്സ്പെൻസ് ഓഫ് ലിക്വിഡേഷൻ എമൗണ്ടഡ് ടു 3,000. ലിക്വിഡേഷൻ എക്സ്പെൻസ് 3,000 ആണ്. അപ്പോൾ ഈ 10,000-ൽ വന്നിരിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ലിക്വിഡേഷൻ എക്സ്പെൻസ് ആണ്. അതാണ് 3,000 എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി 7,000 എന്താണ്? ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു 3,000ഉം 7,000ഉം കൂടിയ 10,000 റുപ്പീസാണ് എക്സ് ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്യാത്തത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ദെൻ ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് 100 ഷെയർസ് വർ പെയ്ഡ് അറ്റ് 70 പെർ ഷെയർ. അപ്പോൾ അതെന്താണ്? 100 ഷെയർസാണ് ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സായിട്ട് വന്നിട്ടുള്ളത്. അതായത് 100 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് അമാൽഗമേഷൻ്റെ സ്കീമായിട്ട് എഗ്രി ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ട എമൗണ്ട് തിരിച്ചു കൊടുക്കുകയാണ്. അത് കൊടുത്തിരിക്കുന്നത് 70 പെർ ഷെയർ വെച്ചുകൊണ്ടാണ്. ഒരു ഷെയറിന് 70 വെച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ആക്ച്വലി ഉള്ള വാല്യൂ എന്ന് പറയുന്നത്, ഷെയറിൻ്റെ നോമിനൽ വാല്യൂ പറയുന്നത് 50 ആണ്. 70 റുപ്പീസ് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു 20 റുപ്പീസ് പ്രീമിയം ഉണ്ടെന്നാണ് കാട്ടുന്നത്. അപ്പം 100 ഷെയർസ് ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സാണ്. അതിൽ അവർക്ക് പേ ചെയ്തിരിക്കുന്നത് 70 റുപ്പീസ് വെച്ചുകൊണ്ടാണ്. അതിൽ 50 റുപ്പീസ് ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ പ്ലസ് 20 പ്രീമിയം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? റിയലൈസേഷൻ അക്കൗണ്ടിൽ യൂസ് ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതൊന്നുകൂടെ ക്വസ്റ്റ്യന് വായിച്ചു നോക്കാം. ഇനി നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞു
ടോട്ടൽ നമുക്ക് ഉണ്ടായിരുന്ന ഷെയർ എന്ന് പറയുന്നത് ഷെയർസിൻ്റെ എണ്ണം 12,000 ആയിരുന്നു. അതിൽ 100 ഷെയർസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് 100 കഴിഞ്ഞ് വരുന്ന ബാക്കി എമൗണ്ട് 11,900 ആണ് ഇപ്പോൾ നമ്മളുടെ കമ്പനിയിൽ എക്സ് ലിമിറ്റഡിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പം പുതിയ ഷെയർ ഹോൾഡേഴ്സായിട്ട് വരുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 11,900 ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. 100 ഷെയർ ഹോൾഡേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്കുള്ള ഷെയർ ക്യാപിറ്റൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിന്ന് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഷെയർ ഹോൾഡേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ അവർക്ക് വരുന്ന പർച്ചേസ് കൺസിഡറേഷൻ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷെയർസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ സെറ്റിൽ ചെയ്യുന്നത്. അതിൽ തന്നെ പറഞ്ഞു 2 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡറിന് 1 ഷെയറാണ് ന്യൂ കമ്പനിയിൽ കിട്ടുന്നത്. വിച്ച് മീൻസ് 1/2 ഇൻറ്റു 90 പെയ്ഡ് അപ്പ് വാല്യൂ ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് കിട്ടും. ഇനി നിങ്ങൾ സാധാരണ ചെയ്യും പോലെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിലേക്ക് അസറ്റ്സ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അത് നിങ്ങൾ ജേണൽ എൻട്രി എഴുതിയതിന് ശേഷം ഈ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താലും മതി. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുക. അസറ്റ്സിൻ്റെ കേസിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിൽ വരുന്നത് 25,000-ൽ 10,000 ടേക്ക് ഓവർ ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി 15,000 മാത്രമാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടത്. 15,000 എടുത്താൽ മതി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫറർ കമ്പനി തന്നെയാണ്. അപ്പോൾ നമ്മളത് റിയലൈസേഷൻ അക്കൗണ്ടിലാണ് നമ്മൾ ഈ ഒരു ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. ജേണൽ എൻട്രി പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതും ഡെബിറ്റ് സൈഡ് വരുന്ന ഒരു ഐറ്റമാണ്. 3,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഒരു പ്രീമിയം വന്നിട്ടുണ്ട്. പ്രീമിയം നമ്മൾ പറഞ്ഞു 100 ഷെയർ ഹോൾഡേഴ്സാണ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതിൽ അവരുടെ പ്രീമിയം എമൗണ്ട് 20 ആണ്. 70 റുപ്പീസിൽ 20 ആണ് അവരുടെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം 100 × 20 2,000 എന്ന് പറയുന്നത് എന്താ? അവിടെ ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രീമിയമാണ്. ഈ പ്രീമിയം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് യൂസ് ചെയ്താണ് പേ ചെയ്യുന്നത്. അപ്പോൾ അതും റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അതുമാത്രമാണ് ഇവിടെ എക്സ്ട്രാ വന്നിരിക്കുന്ന ഒരു ഐറ്റം. ബാക്കി ക്രെഡിറ്റ് സൈഡ് നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാകും? ലയബിലിറ്റീസ്, ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന ലയബിലിറ്റീസ് ക്യാരി ഫോർവേഡ് ചെയ്യുക. അതുകൂടാതെ പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക. ദെൻ എന്തുകൂടെ ഉണ്ടാകും? ഇതിൻ്റെയൊക്കെ എൻട്രി നിങ്ങൾ എഴുതിയിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഐദർ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. രണ്ടാണെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ കിട്ടിയിരിക്കുന്നത് ലോസ് ആണ്, റിയലൈസേഷൻ ലോസ് ആണ് കിട്ടിയത്. അത് നമ്മൾ എന്ത് ചെയ്യും? വില്ലിംഗ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അവരുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടായി. ഈ ഒരു ക്വസ്റ്റ്യനിൽ വേറെ റിയലൈസേഷനിലേക്ക് വരേണ്ട ഐറ്റംസ് ഒന്നും ഇല്ല. ഇനി നെക്സ്റ്റ് ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് അവർക്ക് ഡ്യൂ ആയിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി നമ്മൾ പറഞ്ഞു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സ്. അവരുടെ ക്രെഡിറ്റ് സൈഡ് എത്ര വരും? 100 × 50 അല്ലേ? 50 ആണ് ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ. അതുകൂടാതെ എന്തുകൂടെ ഉണ്ട്? പ്രീമിയം. റിയലൈസേഷൻ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് പ്രീമിയം പേ ചെയ്തിട്ടുണ്ട്. അതെത്രയാണ് വരുന്നത്? 100 × 200 നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഒരു റിയലൈസേഷനിലെ പ്രീമിയം കൂടെ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ പിന്നെ നമ്മളൊരു എൻട്രി പറഞ്ഞത് അവരുടെ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാലൻസ് രണ്ട് സൈഡ് ഈക്വലായിട്ടാണ് വരിക. 7,000 എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടിയ എമൗണ്ടാണ്. ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സിനെ പേ ചെയ്യുന്ന എമൗണ്ടാണ്. അവർക്ക് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വരും? ഡെബിറ്റ് സൈഡ് ബാങ്ക് വരും. ഡിസെൻഡിയൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്.
എത്രയാണ് ഫൈനൽ എമൗണ്ട് എന്നുള്ളത്. 5,000 പ്ലസ് 2,000 7,000. സോ രണ്ട് സൈഡും ഈക്വലായി. ഇനി നെക്സ്റ്റ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൽ തന്നെ വില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇല്ല. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ വരും. ദെൻ റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. വില്ലിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആകുന്ന സമയത്ത് അവർക്ക് റിസർവ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ആട്രിബ്യൂട്ടബിൾ ആണ്. അതിൻ്റെ എൻട്രി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ആൻഡ് ഡെബിറ്റ് സൈഡ് വരുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിലെ ലോസ് ആണ്. റിയലൈസേഷനിൽ കിട്ടിയിരിക്കുന്ന ലോസ് നമ്മൾ ഡെബിറ്റ് സൈഡ് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന എൻട്രി. ഇത്രയും കാര്യങ്ങളാണ് വില്ലിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡ് അവരുടെ ഷെയർ ക്യാപിറ്റലും അവർക്ക് കിട്ടേണ്ട റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്. ഡെബിറ്റ് സൈഡിൽ ലോസ് ആണെങ്കിൽ ലോസ്, റിയലൈസേഷൻ്റെ ലോസ് ആൻഡ് പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും എമൗണ്ടാണ് ഷെയർ ഹോൾഡേഴ്സ് വില്ലിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യാനുള്ളത്. ദെൻ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അതിലിപ്പോൾ നമുക്ക് രണ്ട് എൻട്രി വരുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ 3,000 നമ്മളുടെ ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന 3,000 റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എൻട്രിയും പിന്നെ ഡിസെൻഡിയൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള 7,000 എമൗണ്ടും കൂടിയാണ് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 10,000. ഈ 10,000 എന്ന് പറയുന്നത് നമ്മളുടെ ക്യാഷ് അറ്റ് ബാങ്കിൽ ഉള്ള 10,000 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത് ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത്. ഇനി നമുക്ക് ഇത് ട്രാൻസ്ഫറർ കമ്പനിയുടെ അക്കൗണ്ടിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. ഇതുപോലെ തന്നെ എന്തുണ്ട് ട്രാൻസ്ഫറി കമ്പനിയുടെ ഉണ്ട്. ട്രാൻസ്ഫറി കമ്പനിയുടെ കേസിൽ വേറെ അഡീഷണലായിട്ട് എന്ത് വരുന്നില്ല, ഐറ്റംസ് ഒന്നും വരുന്നില്ല. ആകെ നമ്മളുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എന്തായിരുന്നു, ബിസിനസ് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്നതും ആൻഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ആവുന്നതും. ഇത് നമ്മളുടെ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മേജർ ആവുന്ന സമയത്ത് എല്ലാ ഷെയർ ഹോൾഡേഴ്സും ന്യൂ കമ്പനിയിലേക്ക് എന്താവുന്നുണ്ടാകും, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാകും. ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ചില ഷെയർ ഹോൾഡേഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ചില ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷായിട്ട് എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചില ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ ക്യാഷായിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കായിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അധിക ഇതിലും നമുക്ക് എന്ത് തരും, ക്വസ്റ്റ്യനിൽ തന്നെ നേച്ചർ ഓഫ് പർച്ചേസ് ആണോ അമാൽഗമേഷൻ ആണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയാണ് ചെയ്യാനുള്ളത്. ഈ ഒരു എൻട്രി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അസറ്റ്സ് അക്കൗണ്ട് എറ്റഡ് ടു ലയബിലിറ്റീസ് അക്കൗണ്ട്, ദെൻ ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ്, അതായത് പർച്ചേസ് കൺസിഡറേഷൻ എമൗണ്ട് എത്രയാണ്. ദെൻ നിങ്ങൾ അസറ്റ്സിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്തതിന് ശേഷം ക്രെഡിറ്റ് സൈഡാണ് എമൗണ്ട് കുറവെങ്കിൽ അതിനെ നിങ്ങൾ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് മാറ്റും. ഡെബിറ്റ് സൈഡാണ് കുറവെങ്കിൽ അതിനെ ഗുഡ് വില്ലായിട്ടും ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ റിസർവ് ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്ന എൻട്രി ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളൂ ട്രാൻസ്ഫർ ഈ കമ്പനിയുടെ കേസിൽ വരുന്നത്. അപ്പോൾ ഇതൊരു ചിലപ്പോൾ ചോദിക്കാതിരിക്കാം, ആ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ഒരു 2 ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഓക്കെ.